ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ നമുക്ക് ഒന്നിച്ചേർന്ന് കർത്താവിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ താല്പര്യത്തോടെയാണ് നിങ്ങൾ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് വിശ്വസിക്കുക. ഏറെ സന്തോഷമുണ്ട്. ഇപ്രകാരം ഒരു ആത്മീയ ശുശ്രൂഷ ദൈവം നമുക്കായി ഒരുക്കി തന്നതിനെ ഓർത്ത് ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 122 സങ്കീർത്തനം 1 തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദൈവാലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന്, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു എന്നല്ല സങ്കീർത്തകൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് അരിശമുണ്ടായി, എനിക്ക് ദേഷ്യമുണ്ടായി എന്നല്ല സങ്കീർത്തകൻ പറഞ്ഞത്. ഞാൻ സന്തോഷിച്ചു. ദൈവ ആരാധന, ദൈവസ്തുതി ആനന്ദമായി മാറിയ ഒരു ദൈവ മനുഷ്യനായിരുന്നു സങ്കീർത്തകനും രാജാവുമായ ദാവീദ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്കും ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ഒരു മനോഭാവം ഉണ്ടാകണം. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവ ആരാധനയെ നമ്മൾ നിന്ദിക്കരുത്, പരിഹസിക്കരുത്. നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്? നമുക്ക് ആരാധിക്കാൻ കൃത്യമായൊരു കാരണമുണ്ട്. മനോഹരമായ വീടോ, നല്ല ഭംഗിയുള്ള കാറോ, ബുദ്ധി സാമർഥ്യമുള്ള മക്കളോ, ഉയർന്ന വരുമാനമുള്ള ജോലിയോ ഇതൊന്നുമല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുവാനുള്ള മുഖ്യ വിഷയം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 12-13 തിരുവചനങ്ങളിൽ ഈ സത്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വചനം പറയാ, പ്രകാശത്തിൽ, നിത്യജീവനിൽ, സ്വർഗീയമായ തേജസ്സിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. ദൈവമക്കളെ, ആരാധിക്കാൻ നമുക്കെല്ലാം വ്യക്തമായ ഒരു കാരണമുണ്ട്. നമ്മളിങ്ങനെ കർത്താവിനെ പ്രതി കൈയടിക്കുന്നതും, നമ്മൾ സ്വരമെഴുതി ഹല്ലേലൂയ പറയുന്നതും, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതും അവന്റെ വചനത്തെ അനുസരിക്കുന്നതും വേറെ പണിയും തൊഴിലും ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മൾ മന്ദബുദ്ധികളായത് കൊണ്ടല്ല, നമ്മൾക്ക് ബോധമില്ലാത്തത് കൊണ്ടല്ല, നല്ല സുബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കൈകളടിക്കുന്നത്, നമ്മൾ ഹല്ലേലൂയ പറയുന്നത്, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്. ഈ വിധം ദൈവവചനത്തിനായി നമ്മൾ കൂടി വന്നിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാ. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? നമ്മെ ഓരോരുത്തരെയും ദൈവം വിശുദ്ധരോടുകൂടെ ആ സ്വർഗീയ തേജസ്സിൽ പങ്കാളികളാക്കി മാറ്റി. നിത്യത മുഴുവൻ ദൈവമഹത്വത്തിൽ അവനോടുകൂടെ വാഴുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ സത്യം മനസ്സിലാകുന്നുണ്ട്? അവർ ഒരിക്കൽ കൂടെ മനം തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കും മക്കളെ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞേ, കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആനന്ദമുണ്ടായി. ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് വലിയ ആനന്ദമുണ്ടായി. മനം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് വലിയ ആനന്ദമുണ്ടായി. പ്രിയ ദൈവമക്കളെ, ഈ ഒരു തിരിച്ചറിവോടെ അല്പസമയം എല്ലാം മറന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുക. വിശുദ്ധരോടുകൂടെ സ്വർഗത്തിലെ കോടാനുകൂടി മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന്, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിനോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന് എല്ലാ സ്വർഗീയമായ നന്മകളെ ഓർത്ത് നമുക്ക് മനം തുറന്ന് ശക്തിയോടെ സ്വരമുയർത്തി കരഘോഷത്തോടെ ഇന്നും ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാ മക്കളും അഭിഷേകത്തോടെ, ആനന്ദത്തോടെ ഏറ്റുപാട്, ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം പകരണമേ, അഭിഷേകം അയക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കണമേ. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. എല്ലാവരും ചേർന്ന് വലിയ
അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ബോധ്യത്തോടെ പാടും മക്കളെ. എല്ലാ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. യേശുവേ അഭിഷേകം പകരണമേ. കുടുംബത്തിലേക്ക്, ജീവിതങ്ങളിലേക്ക് അഭിഷേകം അയക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും കുറ്റോരും ഉടയോരും മുറിവേറ്റ ഹൃദയങ്ങളെ, മുറിവേറ്റ ജീവിതങ്ങളെ സ്പർശിക്കണമേ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. ഇരു കരങ്ങളും വീശിക്കൊണ്ട് സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. കരങ്ങൾ താഴ്ത്തി ശക്തിയോടടിച്ച് ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നമ്മുടെ യേശു. ഇന്നും ജീവിക്കുന്ന യേശുവേ ഓ ഞങ്ങൾ ഉണർത്തണമേ. അഭിഷേകത്തിലേക്ക് നയിക്കണമേ. ശക്തിയാൽ നിറയ്ക്കണമേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗമേ ഇറങ്ങി വരണമേ. വിശുദ്ധരെ മാലാഖമാരെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു. എല്ലാവരും ഒരിക്കൽ കൂടെ ഏറ്റു പറഞ്ഞേ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഈ കൂട്ടായ്മയെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവാരാധനയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവാരാധനയുടെ സമ്പന്നതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഏറെ സന്തോഷത്തോടെ ദൈവവചനത്തിന്റെ മുൻപിൽ തുറന്ന ഹൃദയത്തോടെ നമുക്കിരിക്കാം. ഇന്നേ ദിവസം സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലൂടെയാണ് ഈ വിഷയത്തോട് ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത്. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവ ആരാധനയുടെ മഹത്വം മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും ദൈവ ആരാധനയെ നിന്ദിക്കരുത്, പരിഹസിക്കരുത്. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 6-ാം അധ്യായം, അവിടെ 1-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി. ഈ യോദ്ധാക്കളുമായി ദാവീദ് ദൈവത്തിന്റെ വാഗ്ദാന പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഈ പേടകം ഓബാദ് ഏദോമിന്റെ വീട്ടിൽ ദാവീദ് കൊണ്ടുവന്ന് സ്ഥാപിക്കും. ദൈവത്തിന്റെ വചനം പറയുകയാണ് 11-ാം തിരുവചനത്തിൽ, കർത്താവിന്റെ പേടകം ഓബാദ് ഏദോമിന്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നു. കർത്താവ് ആ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവാനുഗ്രഹത്തിന്റെ പകർച്ചയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ട്. ഓബാദ് ഏദോമിന്റെ കുടുംബത്തെ വാഗ്ദാന പേടക മുഖാന്തരം ദൈവം അനുഗ്രഹിച്ചു എന്ന് കേട്ടപ്പോൾ ദാവീദ് തന്റെ പട്ടണത്തിലേക്ക് ഈ പേടകം കൊണ്ടുവരികയാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൊണ്ടുവരികയാണ്. അതിനായി ദാവീദും അവന്റെ യോദ്ധാക്കളെല്ലാം വളരെ ഒരുങ്ങി ഏറെ ആനന്ദത്തോടെ ഈ പേടകം തന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന് വചനം പറയുകയാണ്, ഈ സമയത്ത് തന്റെ പട്ടണത്തിലേക്ക് ഈ പേടകം കൊണ്ടുവരുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ ആടിന് മേച്ച് നടന്നിരുന്ന തന്നെ ഇസ്രായേലിന്റെ രാജാവാക്കിയ തന്റെ ദൈവത്തിന്റെ മുൻപില്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, ദാവീദിന് വേണമെങ്കിൽ കൊട്ടാരത്തിൽ ഇരുന്നാൽ മതി, ഈ പേടകം കൊണ്ടുവരുവാൻ അവന് യോദ്ധാക്കൾ അയച്ചാൽ മതി. എന്നാൽ അവൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അവന്റെ പദവികൾ മാറ്റിവെച്ചു, അവന്റെ സ്ഥാനമാനങ്ങൾ മാറ്റിവെച്ചു, അവന്റെ അന്തസ്സും ആഭിജാത്യവും അവൻ മാറ്റിവെച്ചു.
അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊട്ടനെ പോലെ, ഒരു മണ്ടനെ പോലെ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ അവൻ എന്തു ചെയ്തു വചനം പഠിപ്പിക്കുന്നത് 14-ാം തിരുവചനത്തിൽ പറയാ, ദാവീദ് കർത്താവിന്റെ മുൻപാകെ സർവശക്തിയോടെ നൃത്തം ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപിൽ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ അവൻ സർവശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ബലത്തോടെ അവൻ നൃത്തം ചെയ്ത് കർത്താവിനെ പാടി ആരാധിച്ചു. അവൻ ഹല്ലേലൂയ പാടി ആർപ്പോടെ അവന്റെ ദൈവത്തെ ആരാധിച്ചു. നിങ്ങൾ ചിന്തിക്കുക, അവനൊരു രാജാവാണ്, ഇസ്രായേൽ രാജ്യത്തിന്റെ അധിപനായിരുന്നു. എന്നാൽ ദൈവത്തെ ആരാധിക്കാൻ അവന്റെ അന്തസ്സ് അവന് തടസ്സമായില്ല. ഇത് അനേകം ദൈവമക്കൾ വലിയ വിഷയമാണ്. പലരൊന്നും പറയാറുണ്ട്, ഞങ്ങളൊന്നും നിങ്ങളെ പോലെ ഹല്ലേലൂയ ഒന്നും പറയത്തില്ല. പലരുടെയും ധാരണ ഹല്ലേലൂയ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട വാക്കാണെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദാവീദിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാ. അവൻ അന്തസ്സ് പറഞ്ഞിരുന്നില്ല. താനൊരു രാജാവാണെന്ന് പറഞ്ഞ് തന്റെ പദവിയെ നോക്കിക്കൊണ്ട് അവൻ ഇരുന്നില്ല. ആ പദവിയും അന്തസ്സും തന്റെ സ്ഥാനമാനങ്ങളും സ്വാധീനവുമെല്ലാം അവൻ മാറ്റിവെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ ആരാധിക്കുക. പ്രിയ ദൈവമക്കളെ, ദൈവാരാധനയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദാവീദിന്റെ ഭാര്യയായ സാവൂളിന്റെ പുത്രി, അവളുടെ പേരാണ് മീഖാൽ. അവൾ എന്താ ചെയ്തെന്നറിയോ? 16-ാം വചനത്തിൽ പറയാ, കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് സാവൂളിന്റെ മകൾ മീഖാൽ കിളിവാതിലിലൂടെ, ജനലിലൂടെ നോക്കിക്കണ്ടു. അവൾ ജനലിലൂടെ നോക്കിക്കണ്ടു. ഇവൾ ദാവീദിന്റെ ഭാര്യ. ഇവൾ എന്താ ചെയ്യേണ്ടത്? തന്റെ ഭർത്താവിനോട് ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കേണ്ടവളാണ്. എന്നാൽ മീഖാലിന്റെ പ്രത്യേകത, അവൾ അന്തസ്സ് പറഞ്ഞിരുന്നു. താൻ രാജപുത്രിയായ എന്നെയൊന്നും ഇതുപോലെ തുള്ളാൻ കിട്ടില്ല, ഇതുപോലെ ആടാനും പാടാനും കിട്ടത്തില്ല. ഒരു പൊട്ടനെ പോലെ ഇരുന്ന് മണ്ടനെ പോലെ ഹല്ലേലൂയ പാടാൻ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ആ രാജകൊട്ടാരം വിട്ട് ഇറങ്ങി വരാൻ സാവൂളിന്റെ മകളായി മീഖാൽ തയ്യാറായില്ല. അവൾ ആഭിജാത്യവും അന്തസ്സും രാജപുത്രിയുടെ സ്ഥാനവും പറഞ്ഞ് അവൾ അങ്ങ് വലിയ പെരുമ പറഞ്ഞുകൊണ്ടിരുന്നു, വലിയ അന്തസ്സ് പറഞ്ഞിരുന്നു. ഇന്ന് ഒരുപാട് മക്കൾ ഇതുപോലെയാണ്. അന്തസ്സും ആഭിജാത്യവും പറഞ്ഞ് ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കാതിരിക്കരുത്. ദൈവാരാധന പരിഹസിക്കരുത് മക്കളെ. നമുക്കതിന് അർത്ഥവും അതിന്റെ സമ്പന്നത മനസ്സിലായില്ലെങ്കിൽ പോലും പാവപ്പെട്ട മനുഷ്യര്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളതിനെ നിന്ദിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. ഈ മീഖായില് അവൾ നിന്ദിച്ചു. തന്റെ ഭർത്താവിനെ നോക്കി അവൾ കളിയാക്കി. 20-ാം വചനത്തിൽ മീഖാൽ ദാവീദിനെ നോക്കിക്കൊണ്ട് പറയാ, അവിടെ നമുക്ക് കാണുവാൻ പറ്റും, ദാവീദിനോട് അവൾ പറഞ്ഞു, ഹേ മനുഷ്യ, നിനക്ക് നാണമില്ലേ? ഒരു ആഭാസനെ പോലെ, ഒരു മുഴുഭ്രാന്തനെ പോലെ ഈ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഉടുതുണിയില്ലാതെ നാട്ടനായിക്കൊണ്ട് നൃത്തം ചെയ്ത് ഇങ്ങനെ കിടന്ന് തുള്ളുവാൻ നിനക്ക് നാണമില്ലേ മനുഷ്യ എന്ന് പറഞ്ഞ് അവൾ ദാവീദിനെ കളിയാക്കുകയാണ്. ദാവീദ് ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ മനം തുറന്ന് ദൈവത്തെ ആരാധിച്ചതിന്റെ മഹത്വം തന്റെ ഭാര്യയായി മീഖാലിന് മനസ്സിലായില്ല. അവൾക്കത് വെറും തുള്ളലായിട്ട് തോന്നിയത്, അവൾക്കതൊരു ബോഷ്കായിട്ട് തോന്നിയത്, അവൾക്കതൊരു കുറച്ചിലായിട്ട് തോന്നിയത്, ഒരു രാജാവിന് ചേരാത്ത പ്രവൃത്തി, രാജാവിന്റെ അന്തസ്സിനും രാജാവിന്റെ സ്ഥാനമാനത്തിനും പദവിക്കും ചേരാത്തൊരു പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ദാവീദിനെ കുറ്റപ്പെടുത്തി. എന്നാൽ ദാവീദ് തന്റെ ഭാര്യയായി മീഖാൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, എടി പെണ്ണേ, മീഖാലേ, നിനക്കിതിന് അർത്ഥം മനസ്സിലാവുകയില്ല. ഞാൻ ഇങ്ങനെ കിടന്ന് എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇതുപോലെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് എന്റെ കർത്താവിനെ ആരാധിച്ചതിന്റെ കാരണം എന്റെ അപ്പന്റെ ആടുകളെ മേച്ചു നടന്ന വെറും ഒരു ഇടയച്ചെറുക്കനായിരുന്നു ഞാൻ. എന്നാൽ ഈ ഇടയച്ചെറുക്കനായി എന്നെ പിടിച്ച് എന്റെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി, ഇസ്രായേൽ അധിപനാക്കി മാറ്റിയെങ്കിൽ ആ ദൈവത്തിന് മുൻപിൽ ഇതിനപ്പുറം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് താൻ ചെയ്ത പ്രവൃത്തിയെ കൂടുതൽ ദാവീദ് മീഖാലിന് മുൻ മഹത്വപ്പെടുത്തി. ദാവീദ് പറഞ്ഞു, നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം കഷ്ടപ്പാട് എന്താ നിനക്ക് അറിയില്ല, ദുഃഖം നിനക്ക് എന്താന്ന് അറിയില്ല. നീ രാജാവിന്റെ പുത്രിയ,
നീ സമ്പത്തിലാ ജനിച്ചത്, നീ സമ്പത്ത് കണ്ട വളർന്നത്, എല്ലാ സുഖ സൗകര്യങ്ങളും മധ്യയാണ് നീ ജീവിച്ചു വന്നത്. അതുകൊണ്ട് കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിന്റെയും അനുഭവം എന്റെ പൊന്നുമോളെ മികാലെ നിനക്കറിയില്ല. എന്നാൽ ഞാൻ കഷ്ടത കണ്ട് വളർന്നവനാ, ഞാൻ ദുഃഖം കണ്ട് വളർന്നവനാ, ഞാൻ പട്ടിണി കണ്ട് വളർന്നവനാ. എന്നെ എന്റെ ദൈവം ഇതുപോലെ ഉന്നതനാക്കിയെങ്കിൽ, എന്റെ ദൈവം ഇതുപോലെ വളർത്തിയെങ്കിൽ, എന്റെ ദൈവത്തിന് മുൻപിൽ ഇതിനപ്പുറവും ഞാൻ ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, എനിക്കും നിനക്ക് ഇതുപോലെ ആരാധിക്കാൻ ഒരു കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഒരു കാരണമുണ്ട്. നമ്മൾ വെറുതെയല്ല ഹല്ലേലൂയ പാടുന്നത്, നമ്മൾ വെറുതെയല്ല കർത്താവിനെ സ്നേഹിക്കുന്നത്, നമ്മൾ വെറുതെയല്ല അവന്റെ വചനത്തെ അനുസരിക്കുവാൻ വില കൊടുക്കുന്നത്. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. എനിക്ക് നല്ല ഉറപ്പാ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരും അവിടെ കഷ്ടപ്പാട് കണ്ട്, കണ്ണീര് കണ്ട്, ദുഃഖ ദുരിതങ്ങൾ കണ്ട്, അവരുടെ ഇല്ലായ്മകൾ കണ്ട് ദൈവം അവരെ മാനിച്ചധികമായി ഉയർത്തി. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എത്രമാത്രം ദൈവം നമ്മൾ ഉയർത്തിയാലും, എന്തോരം ദൈവം നമുക്ക് മാന്യത നൽകിയാലും, എത്രമാത്രം ഉന്നതി നൽകിയാലും, ആദ്യ സ്നേഹത്തിൽ നിന്ന് ഞാനും നിങ്ങളും കർത്താവിനോട് ആദ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പുറം തിരിഞ്ഞു പോകരുത്, നമ്മൾ അതിൽ നിന്ന് പിന്തിരിയരുത്. ദാവീദിന് ജീവിതത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുക. ഇന്ന് ഒരുപാട് മക്കളുണ്ട് ഈ മിഖാലിനെ പോലെ മാറി നിന്ന് ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുമ്പോൾ, സ്നേഹത്തോടെ ദൈവത്തെ നോക്കി ആർപ്പ് വിളിക്കുമ്പോൾ, അവരെ ഹല്ലേലൂയ പറയുമ്പോൾ, അതിനെതിരെ കളിയാക്കുന്നവരെ, പരിഹസിക്കുന്നവരെ, ഇവന്മാർക്കൊക്കെ എന്നെ വേറെ പണിയും തൊഴിലില്ലേ, ഇതെന്ന ഭ്രാന്താണോ എന്നൊക്കെ പറഞ്ഞ് പലരും എന്തൊക്കെയാ പറയണത്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ മിഖായിലും മാറി നിന്ന് പരിഹസിച്ചു. ഇവള് തന്റെ ഭർത്താവിന്റെ കൂടെ ആ ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കേണ്ടവളാ. പക്ഷേ ഇവള് മാറി നിന്ന് പുറം തിരിഞ്ഞു നിന്ന് അതിനെ കളിയാക്കി. ഈ മിഖാലിന് എന്താ പറ്റിയെന്നറിയോ? നിങ്ങൾ വചനം എടുത്ത് പരിശോധിച്ചോ? ഒരു സ്ഥലത്ത് പോലും മിഖാലിന്റെ പേര് പരിശുദ്ധാത്മാ വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് പോലും ദാവീദിന് ഭാര്യയായ മിഖാൽ എന്ന് പരിശുദ്ധാത്മാവ് എഴുതിയില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കി സംശയം എടുത്ത് നോക്കിക്കോ. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷ കഴിവ് തന്നെ എടുത്ത് നോക്കിക്കോ. നിങ്ങൾ അവിടെ കാണുവാൻ പറ്റും സാവൂളിന്റെ പുത്രിയായ മിഖാൽ, സാവൂളിന്റെ പുത്രിയായ മിഖാൽ, സാവൂളിന്റെ പുത്രിയായ മിഖാൽ. ഒരിക്കൽ പോലും ദാവീദിന്റെ ഭാര്യ സ്ഥാനം അവൾക്ക് ലഭിച്ചില്ല. അവൾ രാജാവിനോട് കൂടെയാണ് കഴിഞ്ഞതെങ്കിലും രാജാവുമായി ബന്ധമുണ്ടായിരുന്നില്ല. ദാവീദിനോട് കൂടെയാണ് അവൾ ജീവിച്ചെങ്കിലും ദാവീദുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ദാവീദിന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം സ്വർഗം അംഗീകരിച്ചില്ല. സാവൂളിന് പുത്രിയായി അവൾ മാറി. ദാവീദിന്റെ ഭാര്യ എന്നുള്ള വിശേഷണം ഒരിക്കലും അവൾക്ക് കിട്ടിയില്ല. രണ്ടാമത് വചനം പറയുന്നുണ്ട്, എന്താ സംഭവിക്കണമെന്നറിയോ? 6:23 പറയാ, സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. അവൾക്ക് മക്കൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞില്ല. അവൾ വന്ധ്യയായി, സന്താനരഹിതയായി. പ്രിയമുള്ളവരെ, അവൾ ദൈവ ആരാധനയെ നിന്ദിച്ചപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ മക്കളില്ലാത്ത ദമ്പതികൾ വിഷമിക്കരുത്. ഇത് വലിയ ശാപമാണോ, ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തത്, ഇത് എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യം. ഇത് മിഖാലിന്റെ അനുഭവം പറയുന്നത്. മിഖാലിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തെ അവൾ തടസ്സപ്പെടുത്തി. കാരണം അവൾ ദൈവാരാധനയെ നിന്ദിച്ചു. ദൈവമക്കളെ, മിഖാലിന് പറ്റിയത് നമുക്ക് പറ്റരുത്. ദാവീദിനെ പോലെ ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കുക. നമ്മുടെ കർത്താവ് അതിന് യോഗ്യനാണ്, നമ്മുടെ കർത്താവ് അതിന് മതിയായവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, അത് കുദാശകളിൽ പങ്കെടുക്കുമ്പോൾ, ധ്യാന കേന്ദ്രങ്ങളിലും മറ്റാത്മീയ ശുശ്രൂഷകളിലും ഞാനും നിങ്ങളും സംബന്ധിക്കുമ്പോൾ ഉള്ളു തുറന്ന് മനം തുറന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കൂട്ടായ്മയിലാണെങ്കിലും എവിടെയാണെങ്കിലും മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ദൈവാരാധനയുടെ സമ്പന്നത നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു അഭിഷേകം സ്വർഗത്തിലെ ദൈവം ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കട്ടെ. നമ്മൾ ആരെയെങ്കിലും ഇതുപോലെ നിന്ദിച്ചുവെങ്കിൽ കർത്താവിന് മാപ്പ് ചോദിക്കുക. തുറന്നു വരുന്ന ആരാധനയിൽ മാപ്പ് ചോദിക്കുക. കർത്താവെ, പലപ്പോഴും ഞാൻ ദൈവാരാധന നിന്ദിച്ചിട്ടുണ്ട്. കർത്താവ്, നിന്നെ ആരാധിച്ച പല മക്കളെയും ഞാൻ പരിഹസിച്ചിട്ടുണ്ട്. തെറ്റിപ്പോയി കർത്താവെ, എന്റെ ജീവിതത്തിൽ ഇടപെടണമേ, എന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കണമേ. ഈ ഒരു നുറുക്കത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. നിശ്ചയമായും കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം നമ്മുടെ ഓരോരുത്തരുടെ മേൽ വരും. നമുക്ക് അതിനായി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈ ഒരു ശുശ്രൂഷ വഴി ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. നാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു.
കരുണയോടെ സകലരെയും കരകയറ്റിടുവാൻ പാദസന്നിധി ചേർത്താൻ ദിവ്യകാരുണ്യമായി ഓസ്തിയിൽ വാഴാൻ താണിറങ്ങിയ രാജനേ ദൈവസൂനുവേ ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന മുറിവുണക്കുമേശുവേ ആരാധന. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം എൽത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് അന്ധർക്ക് കാഴ്ച നൽകി, ചെകിടർക്ക് കേൾവി നൽകി, തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ച് മരിച്ചവരിലേക്ക് ജീവൻ പകർന്ന് ഗലീലായിലൂടെയും കഫർനാമിലൂടെയും നടന്നു നീങ്ങിയ അതേ യേശു ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, വലിയ വിശ്വാസത്തോടെ ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമുക്ക് യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ ദൈവാത്മ നമ്മളെ പഠിപ്പിച്ചു, ദൈവ ആരാധനയെ നമ്മൾ നിന്ദിക്കരുത്. ദൈവാരാധനയുടെ മഹത്വവും സമ്പന്നതയും നമ്മൾ തിരിച്ചറിയണം. ഏതൊരുക്കത്തോടെ പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. എന്റെ പൊന്നു കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ. എന്റെ ജീവിതത്തിൽ ദൈവ ആരാധന നിന്ദിച്ച നിമിഷങ്ങളെ ഓർത്ത്, കർത്താവിന്റെ അഭിഷിക്തന്മാരെ സമർപ്പിതർക്കെതിരെ സംസാരിച്ചതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അനുതപിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇതാ നമ്മുടെ കുടുംബത്തിന്റെ മേൽ കർത്താവ് തന്റെ കരം നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവന്റെ അത്ഭുത അഭിഷേകത്തെ അവൻ പകരുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. നുറിയ ഹൃദയത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇരുകരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി, യേശുവേ യേശുവേ കരുണയായിരിക്കണമേ. ദൈവ ആരാധനയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. ആരാധനയുടെ മഹത്വം ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാ പാപത്തിന്റെ കെട്ടുകളെയും അങ്ങ് അഴിച്ചു മാറ്റണമേ. എല്ലാ ബന്ധനങ്ങളെയും അങ്ങ് തകർത്ത് കളയണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. പിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി യേശുവിനെ വിളിക്കേ. ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ. ആരാധന ആരാധന ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരാധനയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങൾ കുടുംബങ്ങളിലേക്ക് പകരണമേ, തലമുറകളിലേക്ക് പകരണമേ, സമൂഹത്തിലേക്ക് പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരം നീട്ടി ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങൾ അഭിഷേകിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒരു പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ ഈ ആരാധന ശുശ്രൂഷയിലൂടെ ഞങ്ങളിലേക്ക് പകർന്ന നല്ല ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ